കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രവർത്തകർ അറസ്റ്റിലായ സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. സ്റ്റേഷൻ മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. റൂറൽ SP KE ബൈജു അടക്കം പോലീസ് സ്റ്റേഷനിൽ വന്നു. സമീർ സി മുഹമ്മദ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സമീർ, അവിടെ അങ്ങനെ സംഘർഷ സാധ്യതയുണ്ടോ? കനത്ത പോലീസ് ബന്ദോബസ്തിൽ പോലീസ് സ്റ്റേഷൻ വരുത്താൻ കാരണം? SKN പേരാമ്പ്രയിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UDF പ്രവർത്തകരായിട്ടുള്ള 5 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതിന് പിറകെയാണ് ഇവിടെ രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വടകര റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സമീപത്തെ ഉള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളായി നിരവധി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇപ്പോൾ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഈ കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തുകയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം സാധ്യത കണക്കെടുത്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും അതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പേരാമ്പ്ര DYSP അതുപോലെ തന്നെ വിവിധ ഇടങ്ങൾ കൊണ്ട് വടകര DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. SP ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുകയാണ്. ഈ 5 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു എറിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇന്നലെ റൂറൽ SP നിർദ്ദേശപ്രകാരം പ്രത്യേകമായിട്ടുള്ള സംഘം അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടാണ് പരിശോധന നടത്തിയത്. അതിനിടയിലാണ് അവിടെ നിന്ന് ഈ സ്ഫോടക വസ്തു എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുന്ന ആവശ്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ കരിമരുന്ന് പുരണ്ട നൂൽ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കുപ്പിച്ചില്ലുകളും അതുപോലെ തന്നെ ഇരുമ്പ് പാളികളുമൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ഇതൊരു നാടൻ ബോംബാണ് എന്നുള്ള ഒരു സംശയമാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വസ്തുക്കളെല്ലാം തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും എന്ന കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ഇവിടെ ശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെ പൊതുയോഗമുണ്ട്. ആ വിശദീകരണ യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നുമുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.